ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചിക്കു മിൽക്ക് ഷേക്കാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. നോമ്പ് തുറന്ന് കുടിക്കാനായിട്ടായിരുന്നാലും അതുപോലെ ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 ചിക്കുവാണ് ഷേക്ക് തയ്യാറാക്കാനായി എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ളതുണ്ടെങ്കിൽ അത് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെയാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റാണ്. ബൂസ്റ്റ് ഇല്ലെങ്കിൽ ഹോർലിക്സ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാനിവിടെ 5 രൂപയുടെ ഒരു പാക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പാക്കറ്റിലുള്ളതില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് ഞാൻ മധുരം ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കു നല്ല മധുരമുള്ളതായതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. മധുരം കുറവുള്ളതാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 1/2 ലിറ്റർ നന്നായിട്ട് തണുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് തന്നെ അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് അടിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ടോപ്പിലായിട്ട് കുറച്ച് ബൂസ്റ്റ് പൗഡറും ചോക്ലേറ്റ് സിറപ്പും കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇഫ്താറിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. എന്നാൽ നമുക്ക് പുതിയ വീഡിയോയുമായി